അൽഹംദുലില്ലാഹ് ഈ വർഷത്തെ ഹജ്ജ് മാഷാ അല്ലാഹ് വളരെ സമാധാനപൂർണമായി ഒരു നല്ല റാഹത്തിൽ അധിക ഹാജിമാരെല്ലാവരും അന്വേഷിക്കും എല്ലാവരും ഏകദേശം ഭയങ്കര റാഹത്തിലുണ്ടായിരുന്നത്. ഭൗതിക സംവിധാനങ്ങൾ ഒരു ഭാഗത്താണ്, പിന്നെ ഹജ്ജ് റാഹത്താണോ എന്ന് എല്ലാവരും ചോദിക്കലുണ്ട്. എല്ലാവരും റാഹത്താന്ന് പറയലുമുണ്ട്. എന്ത് റാഹത്താ പറയല്? ബാത്റൂം മീനന്റെ ടെന്റിന്റെ തൊട്ടടുത്തേന്, പിന്നെ ജംറ അടുത്തേന്, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ബാത്റൂമൊക്കെ ഫുള്ള് ഫ്രീ ആയിരുന്നു. ഭക്ഷണമാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. റാഹത്തുള്ള ഹജ്ജ്. മനസ്സിലായില്ലേ? സത്യത്തിൽ ഇതാണ് നമ്മൾ റാഹത്ത് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കാളക്കലും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് അങ്ങനെ അറിയുള്ളൂ. ഹജ്ജ് സത്യത്തിൽ അതൊന്നുമല്ല. ഹജ്ജ് അതിന്റെ ഒരു സത്ത, ഒരു കാമ്പുണ്ട്. അത് ഉൾക്കൊള്ളലാണ് ഹജ്ജ്. അത് ഹജ്ജിന് ശേഷം അയാളിൽ ഉണ്ടാവണം. ഭക്ഷണം മോശമോ ബാത്റൂം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ ഈ പോയ ആൾക്കാരാണോ? സ്വന്തമായിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് ബാത്റൂമുള്ള ആൾക്കാരാണ്. ഇഷ്ടംപോലെ ഫുഡുള്ളതാണ്, വേസ്റ്റുണ്ട് കൊണ്ടുവന്ന്. അതുകൊണ്ട് ഹജ്ജിലുള്ള സന്ദേശങ്ങൾ എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജിന്റെ അമൽ ചെയ്ത് മടങ്ങി വരുന്ന ആൾക്കാരാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ത്യാഗവും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ത്യാഗം, ഹാജർ റളിയല്ലാഹു അൻഹയുടെ അള്ളാഹുവിലൂടെ ഭരമേൽപ്പിക്കൽ അജീബാണ്. എത്ര കൊല്ലം പോയാലും എത്ര തവണ പോയാലും നമ്മളെ അത് വീണ്ടും വീണ്ടും ജീവൻ ഒപ്പിക്കും. സംസം വെള്ളം എന്നൊക്കെ പറഞ്ഞത് കുടിക്കാത്ത ആരും ഉണ്ടാവില്ല. അതിനെപ്പറ്റി ആലോചിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. ഒരു വെള്ളമില്ലാത്ത നിങ്ങൾ മക്ക പാറക്കെട്ടുകളാണ്. എങ്ങനത്തെ പാറയാണ്? ആധുനിക ടെക്നോളജി ഇല്ലെങ്കിൽ തൊടാൻ പറ്റില്ല. അങ്ങനത്തെ പാറക്കെട്ടുള്ളത് ഒരു ഉമ്മനെയും ഒരു മോനെയും ഒറ്റക്കെട്ടിട്ടത് ഭർത്താവ് പോയി. ആ ഭർത്താവിനോട് ഒരു ആക്ഷേപവാക്ക് ആര് പറഞ്ഞിട്ടില്ല. ഹാജർ റളിയല്ലാഹു പറഞ്ഞു. അള്ളാഹിന്റെ കൽപ്പനയാണോ ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല എന്നാ പറഞ്ഞത്. അല്ല, നിങ്ങൾ പോകാൻ പറ്റൂല എന്നല്ല പറഞ്ഞു. ഭർത്താവ് പോയിക്കോട്ടെ, ഞങ്ങൾക്ക് ഭർത്താവല്ല, ഞങ്ങളത് റാദിക്ക, ഞങ്ങളെ ഭർത്താവ് അള്ളാഹുവാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണ്, ഭർത്താവല്ല എന്ന അർത്ഥത്തിൽ കുടിച്ചിരുന്നു. വെള്ളമില്ലാതായി, കുട്ടി കരയാൻ തുടങ്ങി. ഉമ്മ സഫയിലും മറുവയിലും ഓടി. ഇന്നൊക്കെ സഫ മറുവ പറഞ്ഞാൽ നമുക്ക് മാർബിളും ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ തോന്നണം. ആ കല്ലിന്റെ ഉള്ളിൽ കൂടെയാണ് പായേണ്ടത്. കാല് ആ ചൂടിൽ നിൽക്കാൻ കഴിയില്ല. അത്ര ശക്തമായ അവസ്ഥ. ഓടി. ആ പാറയിൽ ഒരടിക്കണ ശബ്ദം കേട്ടു. മറുവയിലുണ്ടായിരുന്നു. ഓടി വന്നു. അപ്പം അവിടെ വെള്ളം പൊട്ടി ഒഴുകുന്നുണ്ട്. അതിനെ കിട്ടാത്ത വെള്ളം, കുറച്ച് വെള്ളമില്ലെങ്കിൽ അത് പാഴാകാതെക്കാൻ വേണ്ടി അതിനെ തടം കെട്ടി നിർത്തി. അത് മതി 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 എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചിറകുകൊണ്ട് ഒരു ഭാഗം കൊണ്ട് അടിച്ചതായിരുന്നു അത്. അന്ന് പൊട്ടി പുറപ്പെട്ട് ഒലിക്കുന്ന ആ സംസം ഇന്ന് എത്ര ലക്ഷം ലിറ്ററാണ് ഡെയിലി അടിച്ചു കയറ്റുന്നത്. ഡെയിലി. ഹറമിലൊരു തൊഴിലാളിനോട് ഞാൻ സംസാരിച്ചു. ഒരു ക്യാപ്റ്റനായിട്ടുള്ള ഒരാളോട് സംസാരിച്ചു. 1500 പണിക്കാര് ഓൺലി സംസമിന് വേണ്ടി മാത്രം. ക്ലീനിങ് ഒന്നുമില്ല. അവിടെ ഇങ്ങനെ സംസം നിറച്ചിക്ക കൊണ്ടുപോകുക എന്നാൽ സംസം എന്ന് പറയാൻ ആദ്യമേൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? എംബ്ലം അടിച്ചിട്ടുണ്ടാവും. ആ സംസമിന്റെ പണിക്കാർ 1500 ആൾക്കാർ. 1500 ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. സംസമിന്റെ പണിക്കാർ ഏകദേശം 20 ലക്ഷം ലിറ്റർ വെള്ളം പെർ ഡേ ഹറമിൽ കുടിക്കലും ആൾക്കാർ ഹറമിന്ന് ചെറിയ കുപ്പിയിലൊക്കെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. എത്ര ലക്ഷം പോയി? ഒരു ഏകദേശം കണക്കാണ്. 20 ഒരു ദിവസേ. ഇന്നത്തെ ദിവസം 20 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ 20 ലക്ഷം വരണ്ടേ? 10-15 ലക്ഷം ലിറ്റർ മദീനത്തേക്കും കൊണ്ടുപോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് കുടിക്കണയും ആ ഹറമിൽ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അവിടൊക്കെ ഇക്കാമ കാണിച്ചിട്ട് എല്ലാ ഹാജിമാരും താമസക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? സൗദി താമസിക്കുന്ന മലയാളികളൊക്കെ പോലെ ഇക്കാമ കാണിച്ചു കൊടുത്താൽ അവർക്ക് 20 ലിറ്റർ 30 ലിറ്ററൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അവിടെ എല്ലാവരും സംസമാണ് ഉപയോഗിക്കുന്നത്. അറബികളും അനറബികളൊക്കെ വീട്ടിൽ കുടിക്കാനും വേറുള്ളതിനൊക്കെ. എത്ര വെള്ളമുണ്ട്! എത്ര ലോകത്തെ കെട്ടിക്കൊണ്ടോണ്ട്. ഇത് കൊണ്ടോണേന്റെ കണക്കൊന്നുമല്ല. ആ വെള്ളം ഇന്നും അവിടെ ഉണ്ട്. ആ വെള്ളത്തിന്റെ ഒരു അടങ്ങാറ് നമ്മൾ കിണറ് പോലെ നമ്മൾ കാണില്ല. അത്ര വെള്ളം ഇന്നും നിലനിൽക്കുന്നത് കണ്ടിട്ടും നമുക്ക് ആരെ മനസ്സിലായില്ല. നമ്മൾ അള്ളാനെ അറിയില്ല. നമ്മൾ സംസം അങ്ങനെ കുടിക്കാന്ന് മാത്രം. അതുകൊണ്ട് ഹജ്ജ്
അള്ളാഹിനെ അറിയാനുള്ള അമലാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഹജ്ജ് ഏറ്റവും വലിയ അമലാണ്. ഒരാൾ നിസ്കരിക്കില്ലെങ്കിൽ അയാൾ മോശക്കാരനാണ് നമ്മളെ കാഴ്ചപ്പാടിൽ. ഒരാൾ നോമ്പ് വിൽക്കില്ലെങ്കിൽ അയാൾ മഹാമോശക്കാരനാണ്. സക്കാത്ത് കൊടുക്കില്ലെങ്കിലും മോശക്കാരനാണ്. പക്ഷെ ഒരാൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ മോശക്കാരനാണ് നമുക്ക് തോന്നണില്ല. ഹജ്ജ് ചെയ്യാതെ ഒരാൾ മരിച്ചാൽ അയാളുടെ ഇസ്ലാം അപൂർണമായിട്ടായിരിക്കും ഉണ്ടാവുക. ആര്? ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായ അവസ്ഥ. ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്ത് വേണം അതിനുള്ള പൈസ വേണമെന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഇല്ല വൈ, നമ്മൾ അത്യാവശ്യം നമ്മളെ ആഗ്രഹങ്ങൾ എന്തായാലും എന്താവൂല വൈ, പൂർത്തീകരിക്കില്ല. ഇപ്പൊ നമ്മളൊരു പേരൊക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ നമുക്കൊരാഗ്രഹം ഉണ്ടായി മോൾക്ക് എടുക്കണമെന്ന്. ചിലപ്പോൾ ഉണ്ട് അപ്പുറത്തെ ആ പറമ്പ് കൂടി വാങ്ങി ഇതിന്റെ ഉള്ളോട്ട് കയറ്റിയാൽ മതിലൊക്കെ കെട്ടിയാൽ എന്തുണ്ടാവും? ഒരു വിശാലതയും ഒരു സൗകര്യം ഉണ്ടോ? 4 തെങ്ങൊക്കെ അവിടെ കുഴിച്ചിട്ടാന്ന് ഒരാഗ്രഹമാണ്. അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ തീർത്ത് വരുമ്പത്തിനും നമുക്കൊരു പണി. തൽക്കാലം വെള്ളം ചേരാതെ അകത്ത് കിടക്കാൻ പറ്റും. ഉള്ളു തേച്ചിന് പുറം തേച്ചില്ല, എന്നാലും അവന്റെ ചില്ലറ ഉണ്ടാവുമ്പോ പോലാണെന്ത്. കാരണം അതിനേക്കാളും വലിയ സാധനമാണ് അവന്റെ ഇസ്ലാം പൂർത്തിയാക്കാന്നുള്ളത്. അപൂർണനായ മുസ്ലിമായ അള്ളാനെ കണ്ടിട്ട് എന്താ കാര്യം? ഒരു 5-6 ലക്ഷം റുപ്യ കൈമലിൽ ഉണ്ടാവാത്ത ആൾക്കാരല്ലേ ഇന്നൊക്കെ? ആൾക്കാർ പറഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് 20 ലക്ഷമൊക്കെ പോവുകയാണ്. അപ്പോഴെ നമ്മളറിഞ്ഞു ഓൻ്റെ 20 ലക്ഷമൊക്കെ ഉണ്ടായിന്നറിഞ്ഞു. അതിനൊന്നും ആർക്കൊരു സങ്കടമില്ല. കച്ചവടം ചെയ്ത് പൈസ ചെയ്യാൻ ഹജ്ജിനൊരു ചില്ലറായി മുടക്കുമ്പത്തിനും അത് ഗവൺമെന്റ് കിട്ടിയില്ല. 3 കൊല്ലമൊക്കെ കാത്തിക്കണം അപ്പോഴുണ്ട്. കഴിഞ്ഞ കൊല്ലം ഗവൺമെന്റ് കൊടുത്തിഞ്ഞു, ഈ കൊല്ലം ഗവൺമെന്റ് കൊടുത്തിഞ്ഞു, കഴിഞ്ഞ കൊല്ലം എന്റെ 9 കൊല്ലം കൊടുത്തു. ഈ ഗവൺമെന്റിന് എന്തിനാ കാത്തിക്കുന്നത്? ഒരാളെ കാല് പൊട്ടി, അത് സർജറി ആണെങ്കിൽ 2 ആഴ്ച ആയി എന്ന് അറിയാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് അറ്റാക്ക് വന്നു. വലിയ സീരിയസ് അല്ലെങ്കിൽ പോലും പറയുന്നത് 2-3 മാസം കഴിയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യാലോ? 6 മാസം കഴിയട്ടെ എന്നിങ്ങനെ കാത്തിക്കോ. 6 മാസം ഒന്നും കാത്തുനിന്നാൻ പറ്റില്ല എന്നിട്ട് വേഗം എന്താക്കൂ? വേഗം അടുത്ത ഹോസ്പിറ്റലിൽ പോകും. അവിടെ നമ്മൾ പൈസ ഒന്നും നോക്കില്ല. ഹജ്ജ് വരുമ്പോൾ നമ്മൾ കായ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഹജ്ജ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായാൽ അത് കരഞ്ഞ് അള്ളഹാനോട് പറയുമ്പോൾ അള്ളാഹു എന്തുണ്ടാക്കി തരും? അള്ളാഹു വഴി ഉണ്ടാക്കി തരും ഉറപ്പായിട്ടും. പഴയ ലൈസൻസുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഏത് 1970, 80, 85, 90, 2000 ഹജ്ജ് ചെയ്ത ആൾക്കാർ. 2000 ഹജ്ജ് ചെയ്ത 26 കൊല്ലം കഴിഞ്ഞു. അതൊക്കെ ഫോട്ടോ മാറ്റാനായി. അതുകൊണ്ട് എല്ലാ 5 കൊല്ലം കൂടുമ്പോഴെങ്കിലും ഒരു ഹജ്ജ് ചെയ്യണം. പറ്റെങ്കിൽ എല്ലാ കൊല്ലവും ചെയ്യണം. അതിനൊക്കെ അപ്പത്തിന് ആൾക്കാർ ഒരു കുട്ടികളെ കെട്ടിച്ചാൽ കൊടുക്കാതെ ഓലാണ് ഈ പൈസ മുഴുവൻ കൊടുക്കണേ. ആർക്ക്? ഈ ഹജ്ജിന് പോകാത്ത ആൾക്കാരാണ് ആ പൈസ മുഴുവൻ ഇങ്ങനെ ദുല്ലജ് മാസമായിട്ട് ആയാലും ആ വായിട്ട് ഇങ്ങനെ നടക്കല അങ്ങാടി കൂടെ. ആരാ അവിടെ കുട്ടിനെ കെട്ടിച്ചാണല്ലോ കൊടുക്കാൻ? മനസ്സിലായില്ലേ? വെറുതെ ഓരോ ന്യായങ്ങൾ കണ്ടെത്തി നടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ എല്ലാ കൊല്ലവും എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒരജ്ജല്ല ചെയ്തത്, ഒന്നിൽ കൂടുതൽ എല്ലാ കൊല്ലം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഹജ്ജ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവനാന്റെ ഈമാൻ പുതുക്കും. അവനാണ് അള്ളാഹുടെ മുമ്പിൽ പോയിട്ട് കരയാൻ പറ്റും. ഈ പൈസ അവിടെ കെട്ടിച്ചിട്ട് എന്താ കാര്യം? പറമ്പായിട്ട് ഇങ്ങനെ കിടക്കും. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മയിലൊക്കെ ഉണ്ടാവും. ഏട്ടന്മാരും അഞ്ചന്മാരൊക്കെ തല്ലുകൂടി കച്ചറുണ്ടാക്കി അവസാനം ഓന്റെ നിസ്കാരം ശരിയാവില്ല, ബന്റെ നിസ്കാരം ശരിയാവില്ല. കാരണം ഭൂമി എന്തല്ല, ഹലാലല്ല. അതിനർത്ഥം പോലെ എത്തീമാക്കണം, വിധവഖാനെ ചേർക്കണം എന്നൊന്നുമല്ല. അവർക്കൊക്കെ കുറച്ച് കൊടുക്കും. ഞാൻ ഹജ്ജ് അമലുകളിൽ ചെയ്യും, അവരവർക്ക് അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ഹജ്ജിന് അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യമൊക്കെ തരട്ടെ. അതൊക്കെ നമ്മളെ ആഗ്രഹങ്ങളാണ്. ആരാ ബാക്കി ഉണ്ടാകാന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം പോയി ഹജ്ജ് ചെയ്യണം. അപൂർണ മുസ്ലിമായി പൂർണ്ണതയില്ലാത്ത അവസ്ഥയിൽ മരിച്ചു വരുത്. അള്ളാഹു നമ്മളെല്ലാവരും കാക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാരോടും ഇത് പറയണം. ഞാൻ നിങ്ങളോട് പറയില്ല, ഇത് ബാക്കിയുള്ളവരോട് പറയണം. അപ്പൊ ഒരു സാമ്പത്തികമായി ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആളുടെ അടുത്ത് പോയിരുന്ന് ഇത് പറഞ്ഞ് അയാളെ ഹജ്ജിന് അയാൾക്ക് പ്രൈവറ്റിലോ ഗവൺമെന്റിലോ ഏതിലും പോയാലും മതി, എന്തായാൽ മതി, ഹജ്ജ് ചെയ്താൽ മതി. പൈസ വെക്കൽ ബുദ്ധിയല്ല പോയി. ആർക്ക് വേണം ഈ പൈസ? നിങ്ങൾ ഒറ്റക്കൊന്ന് ആലോചിക്കും. ഇന്ന് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആർക്കാ ഈ പൈസ, ഈ ബാങ്കും ഈ പൈസയൊക്കെ? എന്നിട്ട് ക്ലാസ്സാട് പോയാൽ ആരാ കൊണ്ടുപോകുക? എനിക്കറിയുന്ന ഒരാളുണ്ട്, അയാൾ കണ്ടമാനം സ്വത്തുപടുണ്ട്. വിദേശ രാജ്യത്തെ അയാളുണ്ടായിരുന്നത് സ്വിറ്റ്സർലാൻഡ് ബാങ്കിലൊക്കെ അയാൾ പൈസ ഇട്ടിരുന്നെന്ന് ഞാൻ പറഞ്ഞേ കേട്ടിരുന്നു. അയാളൊരു ബന്ധമുള്ള ഒരാള്. പക്ഷെ അയാൾ ഗൾഫിൽ നിന്ന് പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു.
അപ്പൊ എന്നോട് ആ പറഞ്ഞ ആള് പറഞ്ഞു അയാളെ കണ്ടമാനം കോടികള് അങ്ങനത്തെ വിദേശ ബാങ്കുകളിലുണ്ട്, അതിന്റെ പാസ്വേഡോ അതിന്റെ പാസ്ബുക്കോ അതിന്റെ ഒന്നുമില്ല, അത് മിക്കവാറും ലാപ്സായി പോകാനാണ് സാധ്യത. ഇതാണ് മനുഷ്യൻ ഇതാണ് പൈസ മനുഷ്യൻ ഇങ്ങനെ കൊണ്ടെടുക്കാൻ. അവിടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആലോചിക്കൂലേ? ഉണ്ടോ ഒരു ചെറിയ ഇൻഷാ അല്ലാഹ് ആലോചിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അങ്ങനെ കട്ടിക്ക് വേഗം പറഞ്ഞേക്കണം. കാരണം ഏത് ഇൻഷാ അല്ലാഹ് കബൂലാകാന്ന് പറയാൻ പറ്റില്ല. ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ വേഗം ദുആ ചെയ്തേക്കാം. പക്ഷെ എനിക്ക് തൗഫീഖ് തരണേ, ഹജ്ജിന് തൗഫീഖ്. പൈസ അവസ്ഥകള് ഒന്നും നോക്കരുത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. കാരണം ഇതൊക്കെ അല്ലാഹ്ക്ക് എന്താണ് അല്ലാഹ്ക്ക് എളുപ്പമാണ്. അല്ലാഹ്ക്ക് എളുപ്പമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഭാര്യനോട് പറയുന്നത് എന്ത്? ഞങ്ങളിങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഒരു കുട്ടിനെ പറ്റി. അപ്പൊ അവരിങ്ങനെ അവരെ മുഖത്തിങ്ങനെ അടിച്ചിട്ട് അവർ പറയുന്നുണ്ട്, എനിക്ക് കുട്ടി ഞാൻ വയസ്സായില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം അള്ളാഹ്ക്കത് അവന്റെ മേൽ അത് എളുപ്പമായതാണ് എന്ന് പറയുന്നത്. അള്ളാന്റെ മേൽ അതെന്താണ്? അത് എളുപ്പമാണ് എന്ന് പറയുന്നത്. വയസ്സായ ഒരു ഉമ്മക്ക്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വയസ്സായിന്, ആ സമയത്ത് കുട്ടീനെ കൊടുക്കൽ അള്ളാഹ്ക്ക് എന്തല്ല. പിന്നെ ഈ സാമ്പത്തിക അവസ്ഥ ഇല്ലാത്ത നമ്മളെ ഹജ്ജിനുണ്ടോല് അള്ളാഹ്ക്ക് പ്രശ്നമാണോ? അപ്പൊ നമ്മളെ മനസ്സിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ചോദിക്കണേൽ ഒരു മടിയും വിചാരിക്കരുത്. ഈ കൊല്ലം എന്നെ കൊണ്ടോണേ പഠിച്ചോനെ, എനിക്ക് പൈസന്റെ ആവശ്യമില്ലല്ലോ, അതൊക്കെ അള്ളാഹിനോട് പറയാം. എന്റെ പൈസ ഇല്ലാണു, നിനക്ക് പൈസന്റെ ആവശ്യമില്ല, നീ കൊണ്ടുവന്ന് തീരുമാനിച്ചാൽ എങ്ങനെ കൊണ്ടുപോകാൻ എനിക്കറിയില്ല. ആഴ്ചാൻ കാലത്തേക്ക് കുട്ടീനെ കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഈത്തപ്പന മരത്തുനിന്ന് നീ ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട്. ഫൗസി അലൈക്ക് ബിജിദീൻ നഖ്ലത്തി തുസാഖിത് അലൈക്ക് റുതബൻ ജനിയ എന്ന് പറഞ്ഞു. ആ മരത്തിനൊന്ന് കുൽക്കാൻ പറയാണ്. ആരോട്? ആ ഗർഭിണിയാണ്. ആര് ബൈ മല്ലന്മാരായ ജിമ്മിന് പോയി മിസ്റ്റർ കാലിക്കറ്റോ മിസ്റ്റർ മലപ്പുറം മിസ്റ്റർ കേരളക്കാരൻ തന്നെ കുലിക്കാലും എന്താവൂല, ഈത്തപ്പന മരത്തുമെന്ന് ഈത്തപ്പഴം പോകൂല. എന്നിട്ട് അള്ളാഹു പറയാണ് എന്ത്? ബഹുസീലേക്ക് മറിയം ബീവിനോട് പറയണ ആ ഗർഭിണിയായ അവസ്ഥയിൽ ആ ഈത്തപ്പനത്തിന് മറ്റു കുലുക്കിക്കൂട്. നിനക്ക് ഈത്തപ്പഴം തരുവല്ലേ? അപ്പൊ വെറുതെ കുലിക്കാ മതി, കുൽക്കലുകൊണ്ട് വീന്ന് വിചാരിക്കാഞ്ഞാ മതി. പിന്നെ കുൽക്കൽ എന്താണ്? അത് അള്ളാന്റെ ഒരു കൽപ്പനയാണ്. അനുസരിച്ച് അന്ന് ചെറിയൊരു 1000 രൂപ 2000 രൂപ ഒക്കെ വെക്കുക. പാസ്പോർട്ട് ഇല്ലാത്ത ആളുണ്ടാവും ചിലപ്പോൾ. ഒരാളുടെ വെയ്ത്തൽ നടക്കില്ലായി, എനിക്ക് ഉംറ ചെയ്യണം, നിങ്ങൾ എന്താണ് എന്നെ എപ്പോഴും കൊണ്ടുപോയി. ഞാൻ ഒരു ദിവസം വെറുതെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും ചേട്ടാ ഇത് കൊണ്ടുപോയാൽ അള്ളാഹു ആണ്, ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തരുന്നപ്പോൾ ഓരോ ദിവസം ഞാൻ ചോദിച്ചു, അവൻ സീരിയസ് ആയിട്ട് പറഞ്ഞു എനിക്ക് പാസ്പോർട്ട് ഉണ്ട് ചോദിച്ചു. അവന് പാസ്പോർട്ട് ഇല്ല. 2 ചീത്ത പറഞ്ഞാൽ എന്നിട്ട് പോയി പാസ്പോർട്ട് എടുക്കുകയായിരുന്നു. 1000 രൂപ അന്ന് പാസ്പോർട്ടിന് 1000 രൂപ വേഗം പോയി ഇപ്പം തന്നെ പോയി പാസ്പോർട്ട് എടുക്കാളാ. മാഷാ അല്ലാഹ് അവൻ ഒരു 5-8-10 ഉംറയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഹജ്ജ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. പിന്നെ അല്ലാഹു തആല വഴികൾ തുറന്നിട്ടു. അതുകൊണ്ട് ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതാണ് ആ കുൽക്കല്. ഏത് കുൽക്കല് വൈ ഈത്തപ്പനമാരെ കുൽക്കല്. ചിലപ്പോൾ പാസ്പോർട്ട് ഉണ്ടാകാൻ മതിയാവും, എന്തുണ്ടാവില്ല, ചിലപ്പോൾ തീരാനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ പുതുക്കുക. എന്തിനാ പുതുക്കണെന്ന് വെച്ചാൽ ഹജ്ജിന് വേണം, കായുണ്ടോ, കായ ആർക്ക് വേണം എന്നാ ചോദിക്കണ്ടേ. എന്നിട്ട് അങ്ങനെ പുതുക്കി ദുആക്കെ ചെയ്തിങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹു തആല വഴികൾ ഇങ്ങനെ എങ്ങനെ വഴി തുറക്കുന്നു പറഞ്ഞു കൊടുക്കരുത്. ആർക്ക്? എന്റെ ഉമ്മന്റെ സ്ഥലം ആ വിറ്റാൻ പോകാത്തത് അതൊന്ന് വിറ്റിട്ട് ഇന്നൊന്ന് കൊണ്ടോണേന്നൊന്നും ആരോട് പറയരുത്. അള്ളാഹ്ക്ക് ഒരു വഴിയും പറഞ്ഞു കൊടുക്കരുത്. കാരണം വഴി മുഴുവൻ അറിയുന്ന ആളാണ് ആര്? അള്ളാഹാണ്. ചില ആൾക്കാരുടെ അള്ളാഹ്ക്ക് ഇങ്ങനെ റൂട്ട് മാപ്പൊക്കെ വരച്ചു കൊടുക്കും. ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് ആ സ്ഥലം വിറ്റിട്ട് ഇങ്ങനെ കിട്ടിയിട്ട് അങ്ങനെ ആക്കിയിട്ട് അള്ളാഹ് പോടാന്ന് പറയുന്നത്. അതല്ലേ? അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഒരിക്കലും റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കരുത്. അള്ളാഹിനോട് ആവശ്യമേ പറയാവൂ. വഴിയൊക്കെ ആരും ഓർക്കട്ടെ. എന്റെ ഇല്ലാന്നറിയാം. എന്ത്? എന്റെ ഒരു പൈസയില്ല, എനിക്കറിയല്ലോ. എന്റെ ഒരു പൈസയില്ല, എന്നെ കൊണ്ടുപോകാന്നുള്ള എന്റെ പണിയാണ്. ഞാൻ ഇനി ഭയങ്കര പ്രതീക്ഷയുള്ള ആളാണ്. ഈ ഇബ്രാഹിം നബിക്ക് വാർദ്ധക്യത്തിൽ കുട്ടീനെ കൊടുത്തില്ലേ, ഈ മറിയം ബീവിക്ക് ഈത്തപ്പഴം കൊടുത്തില്ലേ, അതൊക്കെ പറയണ്ടേ ആരോട്? നിങ്ങളങ്ങനൊക്കെ പറയല്ലോ. കൂടുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം പോകണം. ഉണ്ടോ? ഇൻഷാ അല്ലാഹ് വിലയിനുണ്ടില്ലേ, ഒക്കെ പൈസ എന്നല്ലത്. അടുത്തെല്ലാം പോകണ്ട ഇൻഷാ അല്ലാഹ്. അല്ലാഹ് കബൂലാക്കട്ടെ. മാഷാ അല്ലാഹ്. പൈസ ഉള്ള ആൾക്കാരെ ഇടക്കിടക്ക് പോയി കൊടുക്കണം കേട്ടോ, അത് മറക്കണ്ട. പൈസ ഉള്ള ആൾക്കാര് മുമ്പ് ഹജ്ജ് ചെയ്ത് പറഞ്ഞിട്ട് നിൽക്കണ്ട, ഇടക്കിടക്ക് ആ അറഫയിലൊക്കെ ഒന്ന് പോയി നിൽക്കുന്നത് നല്ലതാണ്.
അള്ളാഹ് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ.